ശ്രീജിത്ത്, ശക്തമായ മഴ തന്നെയാണ് അവിടെ പെയ്യുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണി തുടർന്നും ഉണ്ട്. അതുതന്നെ ഒരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും അല്പസമയം മുൻപുണ്ടായ വലിയ മഴയും കാറ്റും വലിയ പ്രതിസന്ധിയാണ് ദൗത്യസംഘത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ NDF ഈ നാഷണൽ ഇതുമായി ബന്ധപ്പെട്ട ദൗത്യസംഘത്തിന്റെ പ്രധാനപ്പെട്ട ഈ തിരച്ചിൽ നടത്തുന്ന ഒരു വിഭാഗം അവിടെ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. കാരണം അവർ ഈ ദൗത്യം താൽക്കാലികമായി നിർത്തി പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ നേവിയും മുങ്ങൽ വിദഗ്ധരും മാത്രമാണ് ആ സ്ഥലത്ത് പരിശോധന നടത്തുന്നത്. കാരണം ശക്തമായ ഒരു മഴയും കാറ്റും ആ പ്രദേശത്ത് അനുഭവപ്പെട്ടിരുന്നു. അതിനാൽ തന്നെയാണ് മുൻപ് ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തിയിരുന്ന ആ സംഘം പുറത്തു വന്നത്. എന്തായാലും ഇനി ഈ മഴയ്ക്കൊരു ശമനം ഉണ്ടായാൽ ചിലപ്പോൾ അവർ വീണ്ടും ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും അവർ താൽക്കാലികമായി ഒരു സംഘം ഈ ദൗത്യം നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ മണ്ണ് മാറ്റുന്ന ശ്രമം വീണ്ടും തുടരുകയാണ്. പ്രധാനമായും ആ പ്രദേശത്ത് നിന്ന് മണ്ണ് മാറ്റുകയാണ് ആവശ്യം. ആ മണ്ണ് മാറ്റുന്നതിനിടയിലാണ് ഈ ദൗത്യസംഘം ആ പ്രദേശത്തേക്ക് എത്താൻ ശ്രമിച്ചിരുന്നു. കാരണം അവിടെ ഇത്തരത്തിൽ ആ ലോറി കിടക്കുന്ന സ്ഥലത്താണ് പ്രധാനമായും ഈ എല്ലാവരുടെ റഡാർ സിഗ്നൽ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയത്. ആ സ്ഥലത്തെത്തി ഈ സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവ പരിശോധിക്കാൻ ശ്രമം നടത്തുന്നതിനിടയിലാണ് പെട്ടെന്ന് കാലാവസ്ഥ മാറ്റം ഉണ്ടാകുകയും വലിയ മഴ അനുഭവപ്പെടുകയും ആ മഴ അനുഭവപ്പെട്ടതിനിടയിൽ തന്നെ വലിയ കാറ്റുണ്ടാകുകയും ചെയ്തതിനാൽ തന്നെ ഇവർ തിരിച്ച് കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ആ പ്രദേശത്ത് ഈ പ്രധാന വില്ലനായി ഈ അവസാന ഘട്ടത്തിൽ മഴ മാറുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടവിട്ടുണ്ടാകുന്ന മഴ, ഈ ചെറിയ ചാറ്റൽ മഴയാണെങ്കിലും വലിയ പ്രതിസന്ധി ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് മഴ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള അതിശക്തമായ മഴയാണ് അവിടെ പെയ്യുന്നത്. ആ മഴ കാരണം വലിയ പ്രതിസന്ധി ഈ ദൗത്യസംഘത്തിന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എവിടെയാണോ സിഗ്നൽ ലഭിച്ചത് ആ സ്ഥലം കേന്ദ്രീകരിച്ച് നിലവിൽ ചെറിയ തോതിലാണ് മണ്ണ് മാറ്റുന്ന രീതി പുരോഗമിക്കുന്നത്. കാരണം നാം മുൻപ് ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു, വളരെ വേഗത്തിൽ ആ പ്രവർത്തനം മുന്നോട്ട് പോയെങ്കിൽ ഇപ്പോൾ വളരെ മന്ദഗതിയിലേക്ക് മാറിയിരിക്കുന്നു. ചിലപ്പോൾ ഈ ശക്തമായ മഴ കാരണം പൂർണ്ണമായി തന്നെ ഈ ദൗത്യം ഇന്നത്തേക്ക് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന് ജില്ലാ ഭരണകൂടമാണ് ഇനി അവസാനം തീരുമാനിക്കേണ്ടത്. നിലവിൽ അത്തരത്തിൽ ഈ നിലവിലെ അവസ്ഥ ജില്ലാ ഭരണകൂടത്തെ കളക്ടറിനെ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള പ്രവർത്തനം. കാരണം ഈ പ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യരാണ്, അവരുടെ ജീവനും വിലയുണ്ട്. അത്തരത്തിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുകയാണെങ്കിൽ ആ പ്രദേശത്തെ ഭൂപ്രകൃതി അനുസരിച്ച് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ രാത്രി കാലങ്ങളിലുള്ള പരിശോധന പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ റഡാർ സിഗ്നൽ ലഭിക്കുകയും ലോറി ഉള്ളതായി സ്ഥിരീകരണം ഉണ്ടാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടുതൽ ലൈറ്റുകൾ ഉൾപ്പെടെ അവിടെ എത്തിച്ച് പരിശോധന നടത്തുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. പക്ഷേ ശക്തമായ മഴ കാരണം ഒരു ദൗത്യസംഘം തിരികെ മടങ്ങിയിരിക്കുകയാണ്. അവർ താൽക്കാലികമായി മടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ മറ്റു നേവിയുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ അവിടെ തിരച്ചിൽ നടത്തിവരുന്നത്. ശ്രീജിത്ത്, ഈ മഴയാണ് പെട്ടെന്ന് വില്ലനായി എത്തിയത് എന്നുള്ളത്. പക്ഷേ മഴ ഒന്ന് മാറുകയാണെങ്കിൽ, കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ ലൈറ്റുകൾ ഉൾപ്പെടെ എത്തിച്ച് രാത്രിയിലും തിരച്ചിൽ നടക്കും. ഈ ഒരു ശ്രമം വിജയത്തിലെത്തും വരെ അങ്ങനെ തന്നെയാണ് നമുക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന വിവരങ്ങൾ, അല്ലേ? അത്തരത്തിലാണ്. പക്ഷേ ഏറ്റവും അവസാനം പറയാനുള്ള NDRF സംഘം നിലവിൽ മടങ്ങിയിരിക്കുകയാണ്. കാരണം ശക്തമായ മഴയും അതിന്റെ പ്രതിസന്ധിയും കാരണം അവർ തിരികെ കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ താൽക്കാലികമായാണോ അതോ ഇന്നത്തെ പ്രവർത്തനം നിർത്തിയതാണോ എന്ന് സമയത്തിനകം തന്നെ സ്ഥിരീകരണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ പുഴയിലുള്ള സംഘത്തിനും ഈ വലിയ പെട്ടെന്ന് മഴ പെയ്യുന്നതിനാൽ തന്നെ പുഴയിൽ വലിയ അടിയൊഴുക്കാണ് ഉണ്ടാകുന്നത്. കാരണം വലിയ വീതിയും നീളവുമുള്ള വലിയ പുഴയാണ്. അത്തരത്തിൽ വളരെ വേഗത്തിൽ അടിയൊഴുക്കുണ്ടാകുന്നതിനാൽ തന്നെ ഈ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ ഉള്ളവർക്ക് അതിലൂടെ അവരുടെ ബോട്ടിൽ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ പല തവണ നാം നേരിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം വെല്ലുവിളിയുള്ള സിറ്റുവേഷനിലേക്ക് അവരെ കടത്തിവിടാതിരിക്കാൻ ജില്ലാ ഭരണകൂടം തന്നെ പല തവണ ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു അവസ്ഥയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ കളക്ടറിന് ഇത്തരത്തിലുള്ള വിവരം നൽകിയിട്ടുണ്ട്. ഇവിടെ ശക്തമായ മഴയും കാറ്റുമാണ് വലിയ പ്രതിസന്ധിയാണെന്ന വിവരം നിലവിൽ കളക്ടർക്ക് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘം ഈ പ്രവർത്തനം നിർത്തി കരയിലേക്ക് കയറിയിട്ടുള്ളത്. പക്ഷേ നേവിയുടെ മറ്റ് സംഘങ്ങൾ, സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവർ അവർ ഇപ്പോഴും അവിടെ സമീപത്ത് തന്നെ ഉണ്ട്. അവർ ആ പ്രദേശത്തേക്ക്
ഈ മഴ കുറയുകയാണെങ്കിൽ ആ പ്രദേശത്തെത്തി തിരച്ചിൽ നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ വ്യക്തത വരും. ഇന്നത്തെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുകയോ അതോ നാളത്തേക്ക് തന്നെ വീണ്ടും നാളത്തെ കാത്തിരിപ്പിലേക്ക് മാറേണ്ടി വരുമോ, ഏത് സാഹചര്യമാണെന്നുള്ളത് അല്പസമയത്തിനകം തന്നെ വിവരം ലഭിക്കുന്നതാണ്. ഓക്കെ, അത് ജില്ലാ ഭരണകൂടമാണ് ഇനി തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ് അല്ലേ ശ്രീജിത്ത്? തീർച്ചയായും. കാരണം കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അവിടെ ഉള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ ശക്തമായ മഴയും കാറ്റും നദിയുമായി ബന്ധപ്പെട്ട് അടിയൊഴുക്കുമുള്ള ഒരു അവസരമാണ്. അത് കളക്ടർക്ക് വിവരം നൽകിയിട്ടുണ്ട്. എന്താണ് കളക്ടറുടെ തീരുമാനം, അതനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുമായി ദൗത്യസംഘം മുന്നോട്ട് പോവുക. നാം അല്പസമയം മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു, നമ്മുടെ കാഴ്ചയെ മറയ്ക്കുന്ന രീതിയിൽ വളരെ വലിയ മഴ പെയ്യുന്നു, വളരെ വലിയ കാറ്റ് വീശുന്നു. അതിന്റെ ഫലമായി തന്നെ ഈ നദിയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നു. നമുക്ക് ആ നദി കാണുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് സാവധാനം ഒഴുകുന്നതായി തോന്നുമെങ്കിലും വളരെ വലിയ അടിയൊഴുക്കാണ് ആ പ്രദേശത്തുള്ളത്. കാരണം പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ നിന്നും ഈ ഉത്ഭവിക്കുന്ന നദി വലിയ രീതിയിൽ അടിയൊഴുക്കായാണ് അറബിക്കടലിലേക്ക് പോകുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. കാരണം ഇപ്പോൾ ആ രക്ഷാദൗത്യം നടക്കുന്നതിന്റെ 500 മീറ്റർ ഓപ്പോസിറ്റ് ഉള്ള 5 വീടുകൾ ഈ മണ്ണിടിച്ചിലിൽ തകർന്നിരുന്നു. കാരണം വലിയ മണ്ണിടിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ഈ വെള്ളം ആ വീടുകളിലേക്ക് എത്തുകയും അവിടെ 5 വീടുകൾ തകർന്നിരുന്നു. ആ വീട്ടിലെ ഒരു സ്ത്രീയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. ആ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി 10 കിലോമീറ്റർ അകലെ നിന്നാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു ടാങ്കർ ഒഴുക്കിൽപ്പെട്ടിരുന്നു. ആ ടാങ്കർ കണ്ടെത്തിയത് 7 കിലോമീറ്റർ അധികമാണ്. അത്തരത്തിൽ ടാങ്കറിനെ പോലും 7 കിലോമീറ്ററുകളോളം ഒഴുക്കിലൂടെ കൊണ്ടുപോയ ശക്തമായ ഒരു നദിയാണ്. ആ നദിയിൽ ഇത്തരത്തിൽ മനുഷ്യന്മാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ പരിശോധനയിൽ ഏർപ്പെടുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നിലവിൽ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അന്തിമമായ തീരുമാനം അല്പസമയത്തിനുള്ളിൽ തന്നെ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇന്നത്തെ തിരച്ചിൽ ഇന്ന് നിർത്തുന്നുണ്ടോ അതോ വീണ്ടും തുടരുന്നുണ്ടോ എന്ന വിവരം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ശ്രീജിത്ത്, ഈ മഴ വില്ലനായി എത്തിയില്ലായിരുന്നുവെങ്കിൽ രാത്രിയും തിരച്ചിൽ നടന്നേനെ. ഇന്ന് തന്നെ ഒരു ശുഭവാർത്തയാണ് എന്ന് പറയാമോ എന്നറിയില്ലെങ്കിലും ലോറി കണ്ടെത്തിയ സ്ഥിതിക്ക് കൂടുതൽ പുരോഗതികൾ ഉണ്ടാകുമെന്ന റെസ്ക്യൂ ഓപ്പറേഷനിൽ എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും അത്തരത്തിലാണ്. തുടക്കം മുതൽ തന്നെ ഈ മഴ ഇന്ന് പൊതുവെ മാറി നിന്ന ഒരു സാഹചര്യമായിരുന്നു. യന്ത്രം കൊണ്ടുവരുന്നു, വളരെ വേഗത്തിൽ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് പരിശോധന നടത്തുന്നു. ആ സമയം ശക്തമായ മഴ പെട്ടെന്നുണ്ടാകുന്നു, കാറ്റുണ്ടാകുന്നു, അടിയൊഴുക്കുണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ മണ്ണ് മാറ്റിയ സ്ഥലത്തേക്ക് മുങ്ങൽ വിദഗ്ധർ ആ സ്ഥലത്തേക്ക് എത്തി പരിശോധന ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് നാം ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ശക്തമായ മഴയിൽ അവർ തിരികെ മടങ്ങിയിരിക്കുകയാണ്. അതിൽ NDRF ഉൾപ്പെടെയുള്ള സംഘങ്ങൾ നിലവിൽ മടങ്ങിയ പശ്ചാത്തലമാണുള്ളത്. എന്തായാലും അവർ നിലവിൽ അവിടെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ NDRF അടക്കമുള്ള സംഘങ്ങൾ അവർ വീണ്ടും പുനരാരംഭിക്കുമോ എന്ന തീരുമാനം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തര കർണാടക കളക്ടറാണ് അവസാനമായി തീരുമാനമെടുക്കേണ്ടത്. അവർക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ എന്താണ് സ്ഥിതി എന്നതിനെ കുറിച്ച് അവർക്ക് വിശദമായ വിവരം നിലവിൽ നൽകിയിട്ടുണ്ട്.